അവളോട് ഭയങ്കര വഴുക്കിലാട്ടോ. അത് കുഴപ്പമില്ല. അങ്ങനെ നമ്മളിന്ന് പുതിയ യാത്രയ്ക്ക് ഇറങ്ങി. നമ്മളിന്ന് പോണ സ്ഥലം വേറെ എവിടേക്കല്ല, അട്ടപ്പാടിക്കാണ്. അപ്പോൾ കുറച്ച് ദിവസം എന്തായാലും അട്ടപ്പാടി ഉണ്ടാവും. നമ്മൾ സാധാരണ നമ്മൾ ഷൊർണൂർ വഴിക്കാണ് നമ്മൾ പോവാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞാനത് മാറ്റി. ഈ തൃശ്ശൂർ ഭാഗത്ത് തന്നെ ഈ നെല്ലുവായി നമ്മുടെ ആ ഭാഗത്തോട്ട് പോയിട്ട് ചിറ്റണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയിട്ട് ഒരു സ്ഥലമുണ്ട്. അപ്പം അത് ചെറിയൊരു ഫോറസ്റ്റ് വഴി പോലത്തെ വഴിയാണ്. നമുക്ക് ആ വഴി പോയി നോക്കാം. ആ വഴി ഞാൻ ഒരു വട്ടം ആ വഴി ഞാൻ പോയിട്ടില്ല. ആദ്യം തന്നെ ഞാൻ കുന്നംകുളത്തേക്ക് പോകുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് എവിടേക്ക് ഈ വഴി പോകണത്, എങ്ങനെ എത്താന്നുള്ളത്. അപ്പം അത് നേരെ പോണത് ചിറ്റണ്ട ദേശമംഗലം വഴി ഷൊർണൂർക്കാണ്. സംഭവം വളവാ. നമുക്കങ്ങനെ ഒരു 10-12-13 കിലോമീറ്ററിൻ്റെ മുകളിലേക്ക് നമുക്ക് വളഞ്ഞു പോകണം. എന്നാലും കുഴപ്പമില്ല. മഴ എത്ര നേരമായിട്ട് പെയ്യുന്നില്ല. ബട്ട് മഴയ്ക്കുള്ളൊരു കോള് കാണാണ്ട്. റൈഡിങ് ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല, റെയിൻ കോട്ട് മാത്രമേ എടുത്തുള്ളൂ. മഴ കിട്ടില്ല എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ലേ ഒന്നാമത്തെ ദിവസം. ഇത് കാണാണ്ടോ മുകളിൽ ഈ മല? ഇതിന് മുകളിൽ കയറണം കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് മുകളിൽ എൻട്രി ഉണ്ടോയെന്ന് അറിയില്ലേ, നമുക്ക് ചോദിച്ചു നോക്കാം. എൻ്റെ പിള്ളേർ വേണ്ടി ഇതാ അതിന് മുകളിലേക്ക് പോകാൻ പറ്റുമോ? ഒരു പാലം കാണും. ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ട് ഒരു പാലം കാണും. ആ പാലത്തിന്റെ അവിടുന്ന് ആ കനാലിൻ്റെ അതിനുള്ള പാല വലത്തെ ഭാഗത്തേക്ക് പോവാ. കുറച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഒരു പാലം കാണും. അപ്പോൾ പോയാ കാണും. ഇപ്പൊ കയറ്റി വിടും അതിന്റെ മുകളിലേക്ക്. ഇപ്പൊ കയറ്റി വിടും. ചൊവ്വാഴ്ച ഉണ്ടാവൂലേ? അല്ല മഴയായ കാരണം ചോദിച്ചത്. അവിടെ ഫീയൊക്കെ ഉണ്ട്. ഫീയൊക്കെ ഉണ്ട്, പൈസ. അത് കുഴപ്പമില്ല. ടിക്കറ്റൊക്കെ എടുക്കാം. ശരി, താങ്ക്സ്. എൻട്രി ഉണ്ടെന്ന് പറഞ്ഞത്, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ക്യാമറയുടെ ലെൻസിന് മുകളിൽ വെള്ളം കയറിച്ച പണി അത്യാവശ്യം നടക്കാൻ കേട്ടോ. കുറച്ചൊന്നുമില്ല, കുറച്ചധികം നടക്കാണ്ട്. റിസ്ക് പിടിച്ച പരിപാടിയേ. നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ അരന്തരി താഴ്ത്തി വീഴും. ഓൾറെഡി മഴ 4-5 ദിവസമായിട്ട് പെയ്യണ തന്നെ വഴുക്കൽ കൂടുതലാന്ന് പറഞ്ഞു. ഇതാണ് പാറ. ശരിക്കും അതിൻ്റെ മുകളിലേക്ക് എൻട്രി ഉണ്ട്. പക്ഷേ ഇവിടെ കണ്ടില്ലേ, അവളോട് ഭയങ്കര വഴുക്കലാട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ശക്തമായ വഴുക്കുള്ള കാരണം നമ്മൾ സൂക്ഷിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ തലേം തല്ലി താഴ്ത്തി വീഴും. അത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച മല അവിടെയായിരുന്നു. ഇതതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ റിസ്ക്കാ. ഇവിടെ വന്നിട്ട് വെറുതെ സമയം കളയാ. നമുക്ക് പോവാം. 4 ദിവസം മഴ പെയ്യണതിനും പാറകൾക്കൊക്കെ നല്ല വഴുക്കാന്ന് പറയുന്നുണ്ട്. എന്താണെന്നറിയില്ലേ, ബോട്ടിൻ്റെ പ്രത്യേകതയാണോ എന്താണെന്നറിയില്ല. നോർമൽ ചെരുപ്പിട്ട് ഷൂട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയും തല്ലി താഴ്ത്തി വീഴും. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴും കപ്പിൾസ് അങ്ങനെയുള്ളവരൊക്കെ വരുന്നുണ്ട്. കാര്യം ചെയ്യാൻ പറ്റില്ല ഇഷ്ടം മഴ കാരണം. സംഭവം മഴ ഒരു വൈബ്. അപ്പോൾ അതൊക്കെ പോവാം.
എന്നിട്ട് വെറുതെ സമയം സ്പെൻഡ് ചെയ്തുള്ളൂ. വെറുതെ എന്നിട്ട് സമയം പോകുള്ളൂ. സംഭവം വെയിൽ കാലത്ത് നട്ടുച്ചയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇരിക്കാൻ പറ്റില്ല. മഴക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. മഴക്കാലത്ത് നമ്മൾ ആകെ നനയും. വെയിൽ കാലത്ത് നമ്മൾ നല്ല വെയിൽ. അപ്പം ഇതൊന്നും ഇല്ലാത്ത സമയത്ത് വരിക. ഓക്കെ, പറയാവുന്ന അത്ര വലിയ ഇതൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇതൊന്നും മഴക്കാല കാരണം ഏറ്റവും മുകളിലേക്കൊന്നും കടത്തി വിടുന്നില്ല. നമ്മളപ്പുറത്തുനിന്ന് ഒരു സ്ഥലം കണ്ടില്ലേ, രണ്ട് കുട്ടികളുടെ അടുത്ത് ചോദിച്ചത്, ആ ഏരിയയിലേക്ക് കിട്ടുന്നില്ല. അവിടെയൊക്കെ ഭയങ്കര വഴുക്കലും വലിയൊരു പാറല്ലേ. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങുള്ളൊരു സ്ഥലത്ത് മാത്രം ഇവർ കയറ്റി വിടുന്നുള്ളൂ. ഇപ്പം മഴ കാരണം പകുതി വരെ ആ ഭാഗം മാത്രം കയറ്റി വിടുന്നുള്ളൂ. ഒരു ലോക്കലിലൊരാൾ പറഞ്ഞത് മഴക്കാലം മാറിയിട്ട് ഒരു വെയിൽ ഉദിക്കുന്ന ടൈം ആകുമ്പോൾ വരാൻ, അപ്പോൾ കയറ്റി വിടുന്നു. അപ്പോൾ 40 രൂപ ടിക്കറ്റിന് അതിനുള്ളില്ല. ഞങ്ങളെ വഴുക്കലാണ് മെയിനായിട്ട്. അപകടം ഭയങ്കര പാറയാണ്. ഇത് പാറല്ലേ, വഴുക്കൽ ഉള്ള നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ തലയും കുത്തി വീഴും. അങ്ങനെ അട്ടപ്പാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണാർക്കാട് കഴിഞ്ഞിട്ട് നമ്മൾ റോഡ് കണ്ടില്ലേ, വർക്ക് നടക്കണ കാരണം ആകെ മോശം റോഡാണ്. പക്ഷേ ക്ലൈമറ്റ് രക്ഷയില്ല. എൻ്റെ നാടായോട് പറയല്ലേ, മൺസൂൺ ടൈമിൽ അട്ടപ്പാടി റേഞ്ചിൽ നിന്ന് വേറെ സ്ഥലത്തില്ല കൊടുക്കാം. അല്ലെങ്കിൽ മഞ്ഞക്കൂട് കിട്ടും. മരങ്ങളൊക്കെ കിട്ടിയില്ല. ഇവര് എന്തോരം മരങ്ങളുണ്ടായി നോക്കാൻ പറ്റില്ലോ. ആണോ, ഇതൊക്കെ 3 തരം നീരുറവകളാണോ. നീരുറവ നീരുറവകൾ നീരുറവകളാണ്. ഇവിടുന്നാണ് അട്ടപ്പാടി സ്റ്റാർട്ട് ചെയ്യണത്. ഈ ഹെയർ പിൻ പമ്പിൻ്റെ അവിടുന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം അട്ടപ്പാടി കയറി പോകുന്നത്. അല്ലേ, ഇവര് ഈ റോഡിലേക്ക് ശല്യമായി നിൽക്കണ മരങ്ങളൊക്കെ ഇല്ലേ, അതായത് വണ്ടികൾക്ക് പോകാൻ തടസ്സമുള്ളത് മരങ്ങൾ മൊത്തം മുറിച്ച് മാറ്റുക. തോന്നുന്നത് ഇവിടെ റോഡ് പണിയുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സൈഡ് മൊത്തം വെട്ടി ഒതുക്കിയിട്ട് മണ്ണെടുത്തിട്ട് റോഡ് പണിയുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. അത് കാരണം അവർ കാലത്ത് മരങ്ങൾ ഒരു ഇതൊക്കെ വെട്ടിയിട്ട് വരണത്. ഈ റോഡിൽ നമ്മൾ വരുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതിന് ആർക്കും അങ്ങനെ അറിയില്ല. ഒരു ട്രെയിനിങ്ങില്ല ശരിക്കും. അതൊരു അങ്ങോട്ട് നമുക്ക് കാണാവുന്ന രീതിയിലൊരു പാലം പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വന്നിട്ട് കാണാനും വരെ അത് നല്ലൊരു ഇത് കിട്ടും. പക്ഷേ അതൊന്നും നടപടിയാവും തോന്നുന്നില്ല. ഇത് വാൽപ്പാറന്ന് തന്നെ ബസ്സറ നേരെ കോയമ്പത്തൂർക്ക് ഇറങ്ങിയിട്ട് വളർന്ന് പോകുന്നത് വണ്ടി. വാൽപ്പാറ ഭാഷകൾ തന്നെ തിരുപ്പൂര ഭാഷ പോകുന്നുണ്ട്. ഞാൻ ഓരോ വട്ടം എനിക്ക് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഓരോ ഫീലാണ്. അത് ഓരോ പുതിയ കാഴ്ചകൾ എനിക്ക് കിട്ടുന്നത്. നമ്മൾ അട്ടപ്പാടിയിൽ വരുന്നതാണെങ്കിലും ഓരോ വട്ടം പുതിയ കാഴ്ചകൾ എനിക്ക് കിട്ടുന്നത്. അതൊരു ഭയങ്കര ഫീലാണ്. മോനെ കണ്ടാ, ഇതൊരു വെള്ളച്ചാട്ടം. മഴക്കാലത്ത് മാത്രം കണ്ടുവരുന്നൊരു വേറെ തരം വെള്ളച്ചാട്ടം. നിർത്തി കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ടോ സംശയം. മഴക്കാലത്ത് മാത്രമാണ് വെള്ളച്ചാട്ടം ഉള്ളത്. ഇതിന് മുകളിലൊരു പൂവുണ്ടാവും, ഒരു റോസ് കളറില്ല, കാണാല്ലേ. സാധാരണ അതൊക്കെ പൂത്തും കയറുണ്ട്.
രക്ഷിതാണ് വേറെ ഫീല്. ഇത് ഈ മഴക്കാലത്ത് മാത്രം ഉണ്ടാവുന്ന ഒരു വെള്ളച്ചാട്ടം ഇതൊക്കെ. വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, ഒരു നീരുറവ. നല്ല രസമാണ്. അതാ ഒരു വളവില അല്ല ഇത് പറഞ്ഞ ഇതാ നമ്മളെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ അത്രയ്ക്കില്ലെന്ന് മാത്രമാണ്. അല്ല ഇതിനിടയിൽ കുറച്ചാണ് കൂടി കഴിഞ്ഞാൽ ഒരു റോസ് കളറ് വൈറ്റ് കളറാണ് പോലത്തെ ഒരു പൂവുണ്ടാവും. നല്ല രസമാണ്. അത് മൊത്തം ഇതിങ്ങനെ പടർന്ന് അത് മൊത്തം ഇതിന് മുകളിൽ പടർന്ന് നിന്നിട്ട് അതിൻ്റെ ഇടയിൽ ഈ വെള്ളച്ചാട്ടം കൂടി. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന്. ആർക്കും അറിയാത്തത് ഞാൻ കാണിച്ചു തരാട്ടാ. എല്ലാവർക്കും അറിയണ്ടാവും, എന്നാലും ഈ വഴി വരുന്നവർക്ക് പലർക്കും അറിയാത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. കാണിച്ചു തരാട്ടാ. ചെറിയൊരു ബ്രിഡ്ജ് നോക്കിയിട്ട് ഇങ്ങനെയില്ലേ ശരിക്ക് ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ സൗകര്യം. ചെറിയൊരു പാടം പോലെ വന്നു കഴിഞ്ഞില്ലേ നേരന്ത്രി കാണുന്ന ഈ പാടൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടവുള്ള കട അത്ര കാണാൻ. ഇത് തിരുവേലിക്കാൻ പോകുന്നുണ്ട്. അത് തിരുവാണിക്ക് അങ്ങനെ കാണുന്നുണ്ട്. വെള്ളം ഇതാണ് അറ്റത്തേക്ക് കേട്ടോ. കാണാമല്ലോ അറ്റം വരെയുണ്ട്. ഇപ്പം നമ്മൾ കണ്ടാണ് അട്ടപ്പാടിയിലത്തെ മെയിനായിട്ടുള്ള 10ാം വളവ് എന്ന് പറയണത്. അത് ഏറ്റവും കൂടുതൽ റീൽസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടുത്തെ. ഫുൾ ടൈം കോട ഉണ്ടാവും ഇവിടെ ഈ ഏരിയയിൽ. സൈലൻറ്റ് വാലിയുടെ തൊട്ടടുത്തത്. ഇവിടുന്ന് സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ്. പക്ഷേ മുക്കാലി ചെക്ക് പോസ്റ്റിന് തൊട്ട് മുമ്പുള്ള കുറച്ച് ഭാഗങ്ങൾ ഇതൊക്കെ ഇത് ഭയങ്കര ഫോറസ്റ്റാണ്. പക്ഷെ റോഡ് ഭയങ്കര ചെറുതായി. ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പോയിട്ട് റോഡ് ചെറുതായി. ഇപ്പോൾ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് ഒരു നാൾ വലിയ റോഡാവുമെന്ന് പ്രതീക്ഷിക്കുക. അല്ല ചില സമയത്ത് ഭയങ്കര കുടമഞ്ഞ, ചില സ്ഥലങ്ങളിൽ മാത്രം. കുരങ്ങന്മാരൊക്കെ മറ്റേ ഫാമിലിയായിട്ട് അവിടെ നിന്നിട്ട് പാൻ നോക്കുക. വേറെ എന്തിട്ട് പണിയില്ലേ. എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര തണവായിരിക്കും. അത് എത്ര വേനൽക്കാലത്ത് വന്നാലും ഒരു ഇരുട്ട് കയറിയൊരു സ്ഥലം ഇവിടെ. ഒരു പ്രത്യേക ഉള്ളിലേക്ക് സൂര്യപ്രകാശം അടിയിൽ കുറവായി ഈ ഭാഗത്ത്. ഒരു നാണ്ട് കുറച്ചുകൊണ്ട് പോകണവരട്ടോ. ഇവിടെ ഒരു ചെറിയൊരു പുഴയുണ്ട്. ആ പുഴ നമ്മൾ നേരത്തെ കണ്ട ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോണ പുഴയത്. ഭയങ്കര നിഗൂഢമായ കാട് പോലെ നമുക്ക് ഫീൽ ചെയ്യുക. ഭയങ്കര രസമാണ്.
ആണ് ഈ പുഴയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഇവിടെ എല്ലായിടത്തും നോ പാർക്കിംഗ് നോ എൻട്രി വെച്ചിട്ടുണ്ട്. ഭയങ്കര എനർജിയാ ഈ ഫോറസ്റ്റിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ. ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടി കൊടുക്കല്ലേ. നമ്മൾ എത്ര ടയേർഡായാലും ഫോറസ്റ്റ് വഴിയുള്ള യാത്രകൾ നമുക്ക് ഫ്രഷ്നെസ് തരും. വണ്ടിയുടെ ഇടയിൽ വിടാൻ പറ്റും. അത് നമ്മൾ ഏകദേശം 3/4 ചെക്ക് പോസ്റ്റ് എത്താറായിട്ട് കേട്ടോ. ഒന്ന് കുറച്ചും കൂടി ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ മല്ലേശ്വരം മുടി ശിവൻ്റെ അമ്പലമാടാ. ഇവിടെ ശിവരാത്രിക്ക് ഗംഭീര ഉത്സവമാണ്. അട്ടാപ്പാടിയിലെ ടോപ്പ് ഉത്സവം ഇവിടെ നടക്കുന്നത്. ഈ മല്ലേശ്വരം മുടി എന്ന് പറയുന്നത് ഇതാ കാണുന്നതാണ്. അവിടെ ഫുള്ള് കോടയോ ഒന്നും കാണാനില്ലേ. ഈ ശിവരാത്രി സമയത്ത് ഇവിടുത്തെ ഗോത്രവർഗത്തിൽ പെട്ട ആൾക്കാർ നേരെ അതിൻ്റെ മുകളിൽ പോയിട്ട് 10 ദിവസം 15 ദിവസം എത്രയാണ് ദിവസം വ്രതം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് ദീപം തെളിയിക്കുന്ന ഒരു പരിപാടിയാണ്. അത് വലിയൊരു ഫങ്ഷനാണ് അട്ടപ്പാടിയിലത്തെ. അല്ലേ അമ്പല ശിവൻ്റെ അമ്പല ശിവരാത്രിയുടെ അന്ന് അവിടെ പരിപാടി വലിയൊരു ഉത്സവമാണ്. ശരിക്കും കാണാൻ ഉണ്ട്. പുഴ നോക്കി കര കവിഞ്ഞ് ഒഴുകുന്നതാണ് അത്. ഈ സൈഡ് കൂടെ പോണത് പുഴ ടോപ്പ് വെള്ള രക്ഷയില്. നമ്മുടെ പ്ലാൻ എന്തിനാ അറിയോ? അട്ടപ്പാടി ഒരു വിധം ഭാഗങ്ങൾ മൊത്തം കവർ ചെയ്യുക. അതാണ് നമ്മുടെ പരിപാടി. അത് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പം നാളെ നമ്മൾ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് കാണാൻ പോകും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം വരണം. അത് ഉച്ച വരെ ഉണ്ടല്ലോ, 8 മണി to 2 മണി വരെ ഉണ്ടല്ലോ അവിടെ ടൈം പീരീഡ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നേരെ അടുത്ത പരിപാടി അടുത്ത ലൊക്കേഷൻ ഏതാ വെച്ചാൽ നോക്കിയിട്ട് നരസിംഹമുക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ പൊതുവേ ജനങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളും പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ മാപ്പ് ഇടാണ്ട് ഉള്ളിലേക്ക് പോയിട്ട് കാണുന്ന കുറച്ച് സ്ഥലങ്ങളും അതാണ് മെയിനായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അട്ടപ്പാടി ഫുള്ളായിട്ട് കവർ ചെയ്യുക. ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. പിന്നെ കൂടുതലും നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കയറാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടയും കിട്ടും ചിലപ്പോൾ ഫോറസ്റ്റുകാരെന്ന്. അപ്പോൾ ആ പരിപാടി ഇല്ല നമ്മൾ. കാരണം ഇവിടുത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളും റിസർവ് ഫോറസ്റ്റ്. അതാണ് മെയിൻ പ്രശ്നം. അപ്പം നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ അമ്പന്നൂർ പോകാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഊരുകളുണ്ട്. ആ ഊരുകളിലേക്കൊന്നും ചിലപ്പോൾ കടത്തിവിടില്ല. കാരണം ഓൾറെഡി ആൾക്കാർ ചെന്നിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാരണം കുറേ സ്ഥലത്തേക്കൊന്നും ഇപ്പോൾ കടത്തി വിടുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പം നമ്മൾ പരമാവധി സംസാരിച്ച് ഡീൽ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്ഥലങ്ങൾ കാണുക, കവർ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. നമുക്ക് നോക്കി നോക്കാം. ഇത് ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തിൻ്റെ അപ്പുറം ആനക്കല്ലെന്ന് പറയുക. അവിടെയൊക്കെ സ്ഥലങ്ങൾ കാണാണ്ടുണ്ട്. അപ്പോൾ അധികം ആ വഴി കൂടെ എൻ്റെ വീട്ടിലേക്ക് പോവാം. നമ്മൾ ഈ റൂട്ട് പോകുന്നു മാത്രം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കവർ ചെയ്യും. ചെറിയ ചെറിയ സ്ഥലങ്ങൾ തൊട്ടിട്ടെല്ലാം മുക്കും മൂലി നമ്മൾ പരമാവധി കവർ ചെയ്യും. നമുക്ക് പോവാൻ അലൗഡുള്ള സ്ഥലങ്ങൾ മാത്രം. അല്ലാണ്ട് ലീഗലായിട്ടുള്ള സ്ഥലത്തേക്ക് മാത്രം നമ്മൾ പോകുള്ളൂ. ഇല്ലീഗലായിട്ട് നമ്മൾ കയറി പോണ പരിപാടി ഇല്ല. അത് വിഷയമാവും ഒന്നാമത്തെ കാര്യം. പിന്നെ മഴക്കാലമായ കാരണം വിചാരിച്ച പോലെ നല്ല അട്ട ശല്യം ഉണ്ടാവും. അപ്പം അതും കൂടിയുള്ള കാരണം നമ്മൾ നോക്കിയിട്ട് പോകുള്ളൂ. റിസർവ് ഫോറസ്റ്റ് കാരണം മെയിൻ പ്രശ്നം ഇവിടെ കൂടുതലും പരമാവധി ഒരുവിധ സ്ഥലമൊക്കെ റിസർവ് ഫോറസ്റ്റ്. ഇവിടെ ഇത് പാക്കുളം. ഈ പാക്കുളത്ത് നിന്ന് നമ്മൾ റൈറ്റ് പോയിട്ട് ഒരു സ്ഥലമുണ്ട്. അത് വേറെ മൂടാ. അത് ഞാൻ കാണിച്ചുതരാം. അതേപോലെ ഇവിടുന്ന് കുറച്ച് പോയിട്ട് വേറൊരു സ്ഥലമുണ്ട് ലെഫ്റ്റിലേക്ക് പോയിട്ട്. അത് നേരെ പോണത് ചീരക്കടവ് റോഡ് തന്നെ സ്ഥലത്തേക്ക്.
മീൻസ് നരസിംഹത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോയിട്ട് ചീരക്കടവിലേക്ക് എത്താം, അല്ലാണ്ട് ഈ വഴി പോയിട്ട് ചീരക്കടവ് എത്താം. അങ്ങനെ 2-3 റൂട്ടുകളുണ്ട്. ഇതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതാണ്. ഓക്കെ, ഞാൻ വീഡിയോ വലിയ കാര്യമായിട്ട് നീട്ടി സമയം കളയണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററാണ് ഉള്ളൂ. അവസാനിപ്പിക്കുന്നില്ലേ, ഞാൻ പോണയില്ലേ വീണ്ടും അടുത്ത കുറച്ച് സ്ഥലങ്ങളും കൂടി ഞാൻ കാണിച്ചു തരാം. പോണ റൂട്ടിലുള്ള ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഇവിടെ ബിനീഷ് എന്നുണ്ട്. അവൻ്റെ വീട് മുക്കാലിയായിരുന്നു. അവനെ വിളിച്ചപ്പോൾ പറഞ്ഞ ഇപ്പോൾ ഷോളയൂർ താമസിക്കുന്നത്. അപ്പോൾ അവനെ കാണാൻ പോകുമ്പോൾ അവനറിയാവുന്ന അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളവിടേക്ക് പോകുന്നതാണ്. അതുപോലെ എൻ്റെ വീടിൻ്റെ അവിടെ എന്നെ അംഗൻവാടിയിൽ പഠിപ്പിച്ച ടീച്ചറുണ്ട്. ആ ടീച്ചറുടെ മോളുടെ പേരക്കുട്ടി അത് ആ ഭാഗത്ത് എവിടെയാണ് വർക്ക് ചെയ്യണത്. കാരാര എന്ന് പറയുന്ന സ്ഥലമാണ്. കാരാര അങ്ങനെ സ്ഥലമുണ്ട് ആ ഭാഗത്ത്, ഷോളയൂർ ഭാഗത്താണ്. അപ്പം അത് എവിടെയാന്ന് ചോദിച്ചിട്ട് നമ്മൾ അവിടെ സ്ഥലങ്ങൾ കവർ ചെയ്യുന്നത്. നമ്മൾ മൊത്തം മട്ടപ്പടി പരമാവധി നമ്മൾ ഒപ്പി എടുക്കും നമ്മൾ ഓരോ ഭാഗങ്ങൾ. ആടാ നമ്മൾ കർണാവലി ചുരത്തിൻ്റെ അവിടെ നിന്നൊരു റൈറ്റിലേക്ക് ഒരു വഴിവുണ്ട്. അത് ശരിക്കും ഓഫ് റോഡ് വഴിയാണ്. അത് ലോഡുണ്ടോ, ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ട് ആ വഴി മുന്നേ, വർഷങ്ങൾക്ക് ഒരു 2 കൊല്ലം മുന്നേ വന്ന് വരുമ്പോൾ ഭയങ്കര ഓഫ് റോഡായിരുന്നു. അത് വരാൻ പറ്റില്ല പോലെ ആയിരുന്നു. അപ്പോൾ അതിപ്പോൾ എന്താ അവസ്ഥ, ഇപ്പോൾ കാടൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അത് നേരെ ജെല്ലിപ്പാറയിലാണ് വന്ന് കണക്ട് ചെയ്യണത്. ആ റോഡ് ഭയങ്കര ഓഫ് റോഡാണ്. നമ്മൾ ആ വഴി ഒന്ന് ട്രയൽ അടിച്ച് നോക്കുന്നുണ്ട്. എന്തായാലും ജെല്ലിപ്പാറയിൽ നിന്ന് എങ്ങനെ ആ റൂട്ട് പോകാമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടുന്ന് ജെല്ലിപ്പാറയ്ക്ക് ഒരാളെ വഴി എനിക്കറിയാം. അപ്പോൾ അത് നമ്മൾ അതും കവർ ചെയ്യുന്നതാണ്. ഇതാട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം. ഇത് പള്ളിയാണ്. ഇതിനപ്പുറം തന്നെ ധ്യാന കേന്ദ്രം, വലിയ ധ്യാന കേന്ദ്രം, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ധ്യാന കേന്ദ്രമാണ്. അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ധ്യാന കേന്ദ്രത്തിൻ്റെ അട്ടപ്പള്ളി വീട് എന്ന് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്നത് അവിടെ വലിയൊരു ധ്യാന കേന്ദ്രം ഉണ്ടല്ലോ എന്ന്. ഇതാണ് താവളം. ഇവിടുന്നാണ് നമ്മൾ വീട്ടിൽ പോലുള്ള ഷോർട്ട് കട്ട്. ഇവിടുന്ന് ഏകദേശം എനിക്കൊരു 13 കിലോമീറ്റർ ഉണ്ട് നമ്മൾ വീടെത്തും. ഷീ റൂട്ട് നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് വളവാണ്. ഇത് മെയിൻ റോഡാണ്. അപ്പോൾ നമ്മൾ ഈ റൂട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, എനിക്ക് ഇവിടുന്ന് കോഫി ബീൻസ് മേടിക്കാണ്ട്. അപ്പോൾ അത് ചോദിച്ചു നോക്കണം എങ്ങനെ റേറ്റ്, എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൂട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ, ആ റൂട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല റോഡാണ്. നേരെ പോയി കണക്ട് ചെയ്യുന്നത് മറ്റേ മുള്ളി റോഡിലാണ്. മുള്ളി ചെക്ക് പോസ്റ്റ് അടച്ചിട്ട് കാരണം ഇപ്പോൾ ആകെപ്പെട്ട അവസ്ഥയല്ലേ. ആയിട്ട് കാര്യമില്ല, സമയമാകുമ്പോൾ തുറക്കും. നമ്മൾ ഈ കാണുന്ന ചെടിയില്ലേ നോക്കി, ഇത് നമ്മുടെ നാട്ടിൽ പോയി സാധനം പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അവിടെ റോസ് കളറുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറെ 2-3 കളറുണ്ട്. ഇത് റെഡ്, അപ്പോൾ ഓറഞ്ചൊക്കെ ആയിട്ട്. ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ കാശ് കൊടുത്ത് മേടിക്കുക. ഭ്രാന്ത് ഇവിടെ പൊന്തക്കാട് പിടിച്ച് കിടക്കുക, ആർക്കും വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ അട്ടപ്പാടിക്ക് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ പോണ വഴി നോക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെടികളും അപ്പോൾ അത് കാശ് കളയാൻ നിൽക്കണ്ട. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് വരുന്ന സമയത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കുറേ കാണാം. അപ്പം അതിൻ്റെ ഒരു തണ്ട് പൊട്ടിക്കുക, വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ട്, അതൊക്കെ തണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മുളയ്ക്കണ സാധനം. അത് ഇഷ്ടം പോലെ ആയിരുന്നു അവിടെ. ഇതേ നിൽക്കണു ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ പല സ്ഥലത്തും കാണാൻ. ഇവിടെയുള്ള പല ചെടികളും ഞാൻ ചെടിയുടെ ഷോപ്പിൽ ചെടി മേടിക്കാൻ ചില സമയത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ ചെടികൾ നോക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ 250 രൂപ 200 രൂപ 300 രൂപ റേറ്റ്. ആകുമ്പോൾ പാലത്തിന് മുകളിലൂടെ വെള്ളം മൂണ്ടിൽ ഭയങ്കര ഡേഞ്ചറാ ഇവിടെ.
ആണോ 2 ടണ്ണമ്മലൊക്കെ ഇടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.